ആറന്മുള ക്ഷേത്രത്തിലെ ആചാര ലംഘനത്തെക്കുറിച്ച് തന്ത്രിയെ അറിയിച്ചത് ദേവസ്വം ബോർഡ്. പരിഹാരം നിർദ്ദേശിച്ചത് ബോർഡിന്റെ ആവശ്യപ്രകാരമെന്ന് തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് പറഞ്ഞു. വിവാദങ്ങൾക്ക് പിന്നിൽ പള്ളിയോട സേവാ സംഘത്തെ വള്ളസദ്യ നടത്തിപ്പിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കമെന്ന വിമർശനവുമായി ഒരു വിഭാഗം രംഗത്തുണ്ട്. അഷ്ടമിരോഹിണി ദിവസം ആറന്മുള ക്ഷേത്രത്തിൽ ദേവനനേതിക്ക് മുൻപ് ദേവസ്വം മന്ത്രിക്ക് സദ്യ വിളമ്പിയതിലാണ് ആചാരലംഘനം. സംഭവത്തിൽ പ്രായശ്ചിത്തം ചെയ്യണമെന്ന തന്ത്രിയുടെ കത്തോടെയാണ് വിവാദങ്ങൾ തലപൊക്കിയത്. സെപ്റ്റംബർ 14 നടന്ന അഷ്ടമിരോഹിണി വള്ളസദ്യ ചടങ്ങിലെ പിഴവുകൾ ഉദ്യോഗസ്ഥരാണ് അറിയിച്ചത്. കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രായശ്ചിത്തം വേണമെന്ന് നിർദ്ദേശിച്ചതെന്ന് തന്ത്രി. 17/9 അവിടുത്തെ ഉപദേശക സമിതിയാണ് ഇല്ലത്ത് വരികയും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്, ഒരു കത്ത് തന്നു, ആ കത്തിന് മറുപടി നൽകണം എന്ന് പറഞ്ഞു. സദ്യയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ആ സദ്യ ബന്ധിതമായ ഒരു പ്രായശ്ചിത്തം നിശ്ചയിച്ചു, അത്രയേ ഉള്ളൂ. ആചാരലംഘനം എന്നത് മാധ്യമ സൃഷ്ടിയാണെന്ന പത്തനംതിട്ട CPIM-ന്റെ വാദമാണ് ഇതോടെ പൊളിഞ്ഞത്. സംഭവത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടി. എന്തെങ്കിലും ആചാരങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് തന്ത്രിയുടെ കത്ത് നമുക്ക് നൽകിയിട്ടൊന്നും പറയാൻ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയാൽ അതെന്താണെന്ന് ആലോചിച്ച് ബോർഡ് ഉചിതമായ നടപടിയെടുക്കും. ആചാരലംഘനം നടന്നിട്ടില്ലെന്ന മുൻ നിലപാടിൽ നിന്ന് പിന്നാലെ പള്ളിയോട സേവാ സംഘവും മലക്കം മറിഞ്ഞു. അതേസമയം വിവാദങ്ങളിൽ ഇതുവരെ ദേവസ്വം മന്ത്രി പ്രതികരിച്ചിട്ടില്ല. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.